പരമപരിശുദ്ധനായ ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് വിടുക. ഓക്കെ. സഹോദരങ്ങളെ, 1 സാമൂവേലിൻ്റെ പുസ്തകം 31 അധ്യായം 1 തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്, ഇസ്രായേല്യർ ഫിലിസ്ത്യരോട് യുദ്ധത്തിൽ തോറ്റോടി. ദൈവകൽപ്പനകൾ അനുസരിക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തോട് ആരായുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇസ്രായേൽ ജനം വിജാതീയരുടെ മേൽ വിജയം വരിക്കുകയും അവരെ നശിപ്പിക്കുകയും ചെയ്തു. എന്നാൽ സാമൂവേലിന്റെ പുസ്തകം 1 അധ്യായം 1 തിരുവചനത്തിൽ നമ്മൾ കാണുന്നു, ഫിലിസ്ത്യരോട് യുദ്ധം ചെയ്ത ഇസ്രായേല്യർ തോറ്റു ഓടി. കാരണം തുടർന്നു വരുന്ന വചനങ്ങളിൽ പറയുകയാണ്, 31-4 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങളിൽ പറയുകയാണ്, സാവൂൾ സ്വന്തം വാളിന്മേൽ വീണു മരിച്ചു, അനുചരന്മാർ മരണപ്പെട്ടു. സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ദാവീദിനെ നശിപ്പിക്കാൻ ശ്രമിച്ച സാവൂൾ രാജാവാണ് ഫിലിസ്ത്യരോട് യുദ്ധത്തിന് പോയി പരാജയപ്പെടുകയും പിടിക്കപ്പെടുമെന്ന് കണ്ടപ്പോൾ സ്വന്തം വാളിന്മേൽ വീണ് ആത്മഹത്യ ചെയ്യുകയും ചെയ്തത്. ഇസ്രായേൽ ജനം ഫിലിസ്ത്യരോട് തോറ്റു ഓടുകയും ചെയ്തു. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ദൈവം നയിച്ച ജനം എന്ന് ഇസ്രായേൽ അഭിമാനത്തോടെ പറഞ്ഞുവെങ്കിലും ഫിലിസ്ത്യരോട് തോറ്റോടുന്ന ചരിത്രം. കാരണം അവർ പരിശുദ്ധാത്മാവിനെ ധിക്കരിച്ചു. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട ദാവീദിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ ദൈവാത്മാവിനെ കൂടാതെ അവർ ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. അവർ അവിടുന്ന് പരാജയപ്പെടുകയും തോറ്റോടുകയും ചെയ്തു. എന്നെ ശ്രവിക്കാൻ സഹോദരങ്ങളെ, ദൈവത്തിനോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോടും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ വ്യക്തികളോടും യുദ്ധം ചെയ്ത് ജയിക്കാമെന്ന് ഭൂമിയിൽ ആരും വിചാരിക്കണ്ട. വലിയ പരാജയമായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ശക്തിയോടും വിവേകത്തോടും ജ്ഞാനത്തോടും കൂടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ട കൃപാവരങ്ങൾ ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.